ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ക്ലാസ്. KTUലെ BTech S4ലുള്ള എല്ലാ ബ്രാഞ്ചസിനും കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് ഒരു തിയറി സബ്ജക്റ്റ് ആണ്. അപ്പം ഇതിനെ ഞാൻ ഫസ്റ്റ് മോഡ്യൂളിൽ ഫസ്റ്റ് മോഡ്യൂൾസിനെ ഞാൻ ക്ലാസിഫൈ ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഇത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ദ ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. എന്തായിരുന്നു? ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ റിട്ടൺ ആണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും റിട്ടൺ ആണ്. അതുപോലെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അൺറിട്ടൺ ആയിട്ട്, അതായത് എഴുതപ്പെട്ട രേഖകളല്ല. ഈ എഴുതിയിരിക്കുന്ന രേഖകളിൽ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഏറ്റവും ഇലാബറേറ്റ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ അതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, രേഖകളിലാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനലി ഉണ്ടായിരുന്നത് 395 ആർട്ടിക്കിൾസും 22 പാർട്സും 9 ഷെഡ്യൂൾസും ആയിരുന്നു. പക്ഷെ ഇപ്പോ പ്രസന്റ്ലി ഉള്ളത് 450 ആർട്ടിക്കിൾസും 24 പാർട്സും 12 ഷെഡ്യൂൾസും ആണുള്ളത്. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് ഫീച്ചർ എന്താണ്? ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. രണ്ടാമത്തത് എന്താണ്? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് റൂളിനെ നമുക്ക് രണ്ട് രീതി പറയാം. ബ്രിട്ടീഷ് പാർലമെന്ററി ഫോമും ഉണ്ട്, സിസ്റ്റം ഓഫ് ഗവൺമെന്റും ഉണ്ട്, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻഷ്യൽ സിസ്റ്റം ഉണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റമാണ്. ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവ് ഓർഗൻസും ഉണ്ട് അല്ലെ. അവർ തമ്മിലുള്ള ഒരു കോപ്പറേഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ വഴിയാണ് നമ്മുടെ രാജ്യത്ത് എല്ലാ പരിപാടിയും നടക്കുന്നത് അല്ലെ. രണ്ട് രീതിയുണ്ട്. ഏതൊക്കെയാ? ലെജിസ്ലേറ്റീവ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഓർഗൻസ്. അവർ തമ്മിലുള്ള ഒരു കോപ്പറേഷനും കോർഡിനേഷനും ഒരു പ്രിൻസിപ്പിൾ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യത്ത് എല്ലാ രീതിയിലുള്ള വർക്കിംഗ്സും നടക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തത് യുണീക് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. എന്താണ് ഈ റിജിഡും ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്? റിജിഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് അല്ലെ, മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും റിജിഡ് ആയിട്ടുള്ള ഒരു സാധനം മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള, അതിനെന്തെങ്കിലും ചേഞ്ച് വരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളതിനെ നമ്മൾ റിജിഡ് എന്ന് പറയുന്നത്. വൈൽ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ രീതിയിൽ നമ്മളൊരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ നമുക്ക് മാറ്റാൻ പറ്റും അല്ലെ. പല രീതിയിൽ നമുക്ക് അതിനെ മാറ്റാവുന്നതിനാണ് നമ്മൾ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിജിഡും അല്ല, ഫ്ലെക്സിബിളും അല്ല. ഇറ്റ് ഈസ് എ മിക്സ് ഓഫ് ബോത്ത് എന്ന് പറയാം. Constitution of India is neither rigid nor flexible, but a synthesis of both. ഒരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ അകത്തെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ പ്രത്യേക പ്രൊസീജിയർ ഉണ്ട്. ഈ അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലുള്ള ഓരോ കാര്യങ്ങൾക്കും, ഓരോ റൂൾസിനും മാറ്റം വരുത്തണമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അമെൻമെന്റ്. അപ്പം അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ പ്രൊസീജിയർ ഉള്ളതിനെയാണ് നമ്മൾ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് വലിയ നിയമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ സാധാരണ എന്തെങ്കിലും ലോസ്, പുതിയൊരു ഓർഡിനറി ലോ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്താവുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മിക്സ് ഓഫ് ബോത്ത് അല്ലെ. റിജിഡും ആണ്, ഫ്ലെക്സിബിളും ആണ്. റിജിഡും അല്ല, ഫ്ലെക്സിബിളും അല്ല എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് എ സിന്തസിസ് ഓഫ് ബോത്ത് എന്ന് പറയാൻ പറ്റും. ആണല്ലോ. ഓക്കെ, നാലാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അത് പറയുന്നത് എവിടെയാ? പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. കാരണം നമുക്കറിയാവുന്ന ഒരു തിയറി സബ്ജക്ട് എഴുതുമ്പോൾ വെറുതെ നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് എഴുതി വെച്ചാൽ ഒരിക്കലും മാർക്ക് കിട്ടില്ല. മെയിൻ ആയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് കീ പോയിന്റ്സ് ഉണ്ട്, അത് നമ്മുടെ ഇതിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ തിയറി സബ്ജക്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഇത് കീ പോയിന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ പാർട്ട് 3 അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്. പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ എനിക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടാവും അല്ലെ. എനിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. എനിക്ക് വേറെ എവിടെയെങ്കിലും പോയി വോട്ട് ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പൊ എനിക്കിവിടെ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്, എനിക്ക് എവിടെയെങ്കിലും പോകാൻ അവകാശമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ അവകാശമുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് അവകാശങ്ങളെ നമുക്ക് തരുന്നുണ്ട്, നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിനെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ,
കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നിങ്ങൾ ഈ 6 പേരുകളും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇത് എങ്ങനെ പഠിക്കും എന്നാലോചിച്ച് നിങ്ങൾ കഷ്ടപ്പെടേണ്ട, കാരണം ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ, ഈ നമ്പേഴ്സ് ഒക്കെ ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ കുറച്ച് അടുത്ത മോഡ്യൂളിലേക്ക് വരുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ഓർമ്മ വരും, ആ നമ്പർ ഒക്കെ. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, സാലിയന്റ് ഫീച്ചേഴ്സ്. അപ്പൊ ഈ പേരൊക്കെ നമുക്ക് തന്നെത്താനെ മനസ്സിൽ വരും. ഓക്കെ, അടുത്തത് പറയുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അത് ആര് വഴിയായിരുന്നു? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എങ്ങനെയാണ് നമ്മുടെ ഗവർണൻസ് നടക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു എയിം ആൻഡ് ഒബ്ജക്റ്റീവിനെയാണ് നമ്മൾ പറയുന്നത് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മുടെ 5 പോയിന്റ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സാലിയന്റ് ഫീച്ചേഴ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ? ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞതാണ് ഫസ്റ്റ് വൺ. നമ്മുടെ റിട്ടൺ ആയിട്ടുള്ളതിൽ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് അല്ലെ? 2 രീതിയിലുണ്ട്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റും ഉണ്ട്, അമേരിക്കൻ അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റും ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വീകരിച്ചിരിക്കുന്ന പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. മൂന്നാമത്തെ നമുക്ക് പറയാൻ പോകുന്നത് യൂണിക് ബ്ലെൻഡ് ഓഫ് എന്തൊക്കെയാ? റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി അല്ലെ? അപ്പൊ ഫ്ലെക്സിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല, റിജിഡ് ആണെന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ഒരു മിക്സപ്പ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നാലാമത്തെ എന്താ? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ? ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3-ലാണുള്ളത്. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത്, അതിന്റെ ഡീറ്റെയിൽസും അല്ലെ? നാലാമത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. എന്തിനാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ? അതിന്റെ എയിംസും ഒബ്ജക്റ്റീവ്സും ഡിഫൈൻ ചെയ്യുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്തത് പറയാലോ. നമ്മുടെ BR അംബേദ്കർ പറഞ്ഞ കാര്യം പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പുള്ളി പറഞ്ഞിരുന്നത്. അപ്പം അതിനെ നമുക്ക് 3 കാറ്റഗറീസ് ആയിട്ട് പറയാൻ പറ്റും: സോഷ്യലിസ്റ്റ്, ഗാന്ധിയൻ ആൻഡ് ലിബറൽ ഇന്റലക്ച്വൽ. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഡോക്ടർ BR അംബേദ്കർ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിനെ പറഞ്ഞിരുന്നത്. ഓക്കെ ആണല്ലോ? ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. നമുക്ക് കുറച്ച് അവകാശം മാത്രമല്ല അല്ലെ, ഇന്ത്യയിൽ താമസിക്കുന്ന നമുക്ക് കുറെ അവകാശങ്ങളുണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമല്ല, നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. ഇന്ത്യയോട് കർത്തവ്യം അല്ലെ, നമുക്ക് നമ്മുടെ രാജ്യത്തോട് കുറച്ച് കർത്തവ്യ ബോധത്തോടെ പെരുമാറുക എന്നൊക്കെ പറയത്തില്ലേ, കുറച്ച് കർത്തവ്യങ്ങളുണ്ട്. അതിനെ പറയുന്നതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ. 42ാമത്തെ അമെന്റ്മെന്റ് ആക്ട്, ഈ പോയിന്റ്സ് ഓർത്തിരിക്കണം, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. 42nd അമെന്റ്മെന്റ് ആക്ട് വഴി പാർട്ട് 4A-ലാണ് നമ്മൾ കുറച്ച് എന്താ ആഡ് ചെയ്തു? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ്. ഇന്ത്യൻ സിറ്റിസൺസിനെ കുറച്ച് ഡ്യൂട്ടീസിനെ നമ്മൾ ആഡ് ചെയ്തു. എവിടെയാണ് ആഡ് ചെയ്തത്? ഓർക്കുക, 42nd അമെന്റ്മെന്റ് ആക്ട് വഴി പാർട്ട് 4A, ഓർത്തോണം, പാർട്ട് 4A-ലാണ് നമ്മളിത് ആഡ് ചെയ്തത്. നമുക്ക് ഒറിജിനലി ശരിക്കും 10 ഡ്യൂട്ടീസ് ആയിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്, A to J വരെ, ABCDEFGHIJ, ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ഒരു രീതിയിൽ 10 ഡ്യൂട്ടീസ് ആണ് പറഞ്ഞിരുന്നത് ഓഫ് ആർട്ടിക്കിൾ 51A. പിന്നെ നമുക്ക് ഒരു ക്ലോസ് K കൂടെ നമുക്ക് വന്നു. അതേതാണ്? 86th അമെന്റ്മെന്റ് വഴിയാണ് വന്നത്. ഓക്കെ, അത് ഡ്യൂട്ടി ഓൺ ദ പേരൻസ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ A to J വരെ നമുക്ക് 10 അമെന്റ്മെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ക്ലോസ് K എന്ന് പറഞ്ഞൊരു K കൊണ്ടുവന്നു, ഒരു ഡ്യൂട്ടിയും കൂടെ വന്നു ഫോർ പേരൻസ് കുഞ്ഞുങ്ങളോട് എങ്ങനെ ഉള്ള അവരുടെ ഡ്യൂട്ടീസ്, പേരൻസിന് കുട്ടികളോടുള്ള ഡ്യൂട്ടീസ് എന്നുള്ള രീതിയിലാണ്. അത് ഏത് അമെന്റ്മെന്റ് വഴിയാണ് വന്നത്? 86th അമെന്റ്മെന്റ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എന്താ? ചേഞ്ച് അല്ലെ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി ഒരു ആദ്യം പ്രിപ്പയർ ചെയ്തിരുന്നു, അതിനുശേഷം ഓരോ ചേഞ്ചസ് വരുന്നതിനെ നമ്മൾ അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ 42ാമത്തെ അമെന്റ്മെന്റ് വഴി പാർട്ട് 4A-ല്, പാർട്ട് 4A എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടില് 4th A എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? 10 ഡ്യൂട്ടീസ് നമ്മൾ ആഡ് ചെയ്തു, A മുതൽ J വരെ. അതിനുശേഷം 86th അമെന്റ്മെന്റ് വഴി ക്ലോസ് Kയും കൂടെ ആഡ് ചെയ്തു. ക്ലോസ് K എന്തിനെ പറ്റിയുള്ളതായിരുന്നു? പേരന്റിന് അല്ലെ? പേരൻസിന് കുട്ടികളോടുള്ള ഒരു ഡ്യൂട്ടീനെയും കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തു. ഇതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ശരി. 7ാമത്തെ പോയിന്റ് എന്താന്ന് നോക്കിയേ. എ ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻട്രലൈസിംഗ് ടെൻഡൻസി. ഏതാണ്? എ ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻട്രലൈസേഷൻ ടെൻഡൻസി. അപ്പം ഇവിടെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫെഡറൽ സിസ്റ്റം ആണ്. എന്താണ് ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഒറ്റ ഒരാള് ഭരിക്കുന്നതല്ല,
ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ട് ഗവൺമെന്റ് ഉണ്ട്, പവേഴ്സിനെ ഡിവിഷൻ ചെയ്തിട്ടുണ്ട്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സുപ്രീമസി അല്ലെ, കോർട്ട് നമുക്കുണ്ട്, റിജിഡിറ്റി നമുക്ക് മാറ്റാൻ പറ്റും, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന രീതിയിൽ ഒരു സെൻട്രലൈസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് നമ്മുടെ നടക്കുന്നത്. അപ്പം നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഇസ് എ ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി. കാരണം എന്തുകൊണ്ടാ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് രണ്ടായിട്ട് പറയാൻ പറ്റും അല്ലെ, ഒരു രണ്ടായിട്ട് നല്ല ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ് നമുക്കുള്ളത്. രണ്ട് ഗവൺമെന്റ് ഉണ്ട്, പവേഴ്സിനെയൊക്കെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ഈ പോയിന്റ്സ് എല്ലാം ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഇസ് എ ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്തത് അഡൾട്ട് സഫ്രേജ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, നമുക്ക് എപ്പോഴാ വോട്ട് ചെയ്യാൻ പറ്റുന്നത്? 18 വയസ്സായി കഴിയുമ്പോൾ. അതുകൊണ്ടാണ് അഡൾട്ട് സഫ്രേജ് എന്ന് പറഞ്ഞാൽ ഇൻ ഇന്ത്യ എവറി പേഴ്സൺ മെയിൽ ഓർ ഫീമെയിൽ 18 വയസ്സ് ഹു ഹാസ് ഒബ്റ്റെയിൻഡ് 18 ഇയേഴ്സ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു വോട്ട് ഇൻ എലക്ഷൻ. പാർലമെന്ററി ആണെങ്കിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പണ്ട് നേരത്തെ എത്രയായിരുന്നു ഏജ് ലിമിറ്റ്? 21 എന്നിട്ട് അത് മാറ്റി അല്ലെ. മാറ്റിയത് ഏത് അമെന്റ്മെന്റ് വഴിയാണ്? ഇമ്പോർട്ടന്റ് ആണ്, 61st അമെന്റ്മെന്റ് ആക്ട് 1988. 1988 61ാമത്തെ അമെന്റ്മെന്റ് ആക്ടിലാണ് അത് 18 ഇയേഴ്സ് ആയിട്ട് മാറ്റിയത്. ഓക്കെ, ഇനിഷ്യലി എപ്പോഴായിരുന്നു? 21 വയസ്സിലായിരുന്നു. അത് കഴിഞ്ഞ് 61ാമത്തെ അമെന്റ്മെന്റ് ആക്ടിലാണ് അതിനെ 1988 അതിനെ റെഡ്യൂസ് ചെയ്ത് 18 ഇയേഴ്സ് ആക്കി മാറ്റിയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഉണ്ട് അല്ലെ. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സുപ്രീം കോർട്ടുണ്ട്, അതുപോലെ ഹൈക്കോർട്ട് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ സ്മോൾ കോർട്ടുകളുണ്ട് അല്ലെ. അത് നമുക്ക് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഓരോ കേസിനും, ഇന്ന കേസിന് ഇങ്ങനെ ഫാമിലി കോർട്ടിലേക്ക്, അങ്ങനെ നമ്മുടെ സിവിൽ കോർട്ട്, അങ്ങനെ എല്ലാം ഡിവിഷൻ ഉള്ളതിനാണ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇന്ത്യയിലെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് വേറെ കൺട്രി പോകേണ്ട കാര്യമുണ്ടോ? നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഇവിടെ തന്നെ, നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ജുഡീഷ്യറി പവർ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പൊ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇസ് ദ ഫെഡറൽ കോർട്ട്, ഹയസ്റ്റ് കോർട്ട് എന്ന് പറയാം അല്ലെ. അതുപോലെ തന്നെ ബാക്കി നമുക്ക് ഏതൊക്കെയുണ്ട്? സിംഗിൾ സിസ്റ്റം ഹൈക്കോർട്ടും ഉണ്ട് സ്റ്റേറ്റ് ലെവലില്. അതുപോലെ തന്നെ സിംഗിൾ സിസ്റ്റം ഓഫ് കോർട്ട് അല്ലെ, സെൻട്രൽ ലോസും സ്റ്റേറ്റ് ലോസും ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് എല്ലാ ലോസും വെച്ച് നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അടുത്ത നമുക്ക് പറയാനുള്ള എന്താ? ഇറ്റ് ഈസ് എ സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയാം അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്റ്റാൻഡ്സ് ഫോർ എ സെക്യുലർ സ്റ്റേറ്റ്. അതായത് സെക്യുലർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറ്റാൻ പറ്റും? ഒരു പെർട്ടിക്കുലർ റിലീജിയൻ നമുക്ക് വേണമെന്നില്ല, ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഒന്നും ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള മതം നമുക്ക് സ്വീകരിക്കാം. അതാണ് സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ഈ സെക്യുലർ എന്ന് പറഞ്ഞ പേര്, ദ ടേം, അത് നമ്മുടെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്തത് 42ാമത്തെ അമെന്റ്മെന്റ് ആക്ട് വഴിയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഞാനൊരു 42ാമത്തെ അമെന്റ്മെന്റ് നേരത്തെ പറഞ്ഞിരുന്നു, എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ ആ 42ാമത്തെ അമെന്റ്മെന്റ് വഴി തന്നെയാണ് നമ്മൾ ഈ സെക്യുലർ എന്ന് പറഞ്ഞ പേര് നമ്മുടെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്തത്. എന്താ ഈ പ്രിയാമ്പിൾ? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് പേജ് എന്ന് പറയുമല്ലോ, ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ കണ്ടന്റ് പേജ് നമുക്ക് പറയാലോ, ഒരു ഫ്രണ്ട്, എന്തിനാണ് ഈ ബുക്ക് എന്നുള്ള രീതിയിൽ, എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു അതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ. പർപ്പസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ പ്രിയാമ്പിൾ ആ ആക്ട് എപ്പോഴായിരുന്നു? 1976 ആർട്ടിക്കൽ 25 to 28 ആണ് നമ്മുടെ സെക്യുലറിസം എന്നുള്ളത് കൺസെപ്റ്റിനെ ഷേപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇത്രയാണ് നമ്മുടെ അടുത്ത 4-5 ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെ. 42nd അമെന്റ്മെന്റ് വഴി പാർട്ട് 4 42nd അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇനിഷ്യലി കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നോ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? ഇല്ല. നമ്മൾ 42ാമത്തെ അമെന്റ്മെന്റ് വഴി ആഡ് ചെയ്ത കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ ഇന്ത്യയിലെ റൈറ്റ്സ് പോലെ തന്നെ നമുക്ക് ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടീസ് ആണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. A to J വരെയാണ് ഫസ്റ്റ് വൺ ഉള്ള 51A അതിനുശേഷം K എന്ന് പറഞ്ഞൊരു ക്ലോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്താ പറയാനുള്ളത്? ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻട്രലൈസിങ് ടെൻഡൻസി ആണ് അല്ലെ. അപ്പൊ അവിടെ ഗവൺമെന്റ്, 2 സെറ്റ് ഗവൺമെന്റ് ഉണ്ട്, ഡിവിഷൻ ഓഫ് പവേഴ്സ്, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എല്ലാം കാര്യം നമുക്ക് പറയാം. പിന്നെ അഡൾട്ട് സഫ്രേജ്. അപ്പൊ എന്താ പറയുന്നത്? 18 ഇയേഴ്സ് ആകുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാം അല്ലെ. ആദ്യം ഇനിഷ്യലി അത് 21 ആയിരുന്നു, അതിനുശേഷം 61st അമെന്റ്മെന്റ് ആക്ട് വഴി അത് 18 ഇയേഴ്സ് ആക്കി. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളിലും റൂൾസും എല്ലാം ഫോളോ ചെയ്യുന്നത് നമുക്ക് തന്നെയാണ്. നമുക്കൊരു സുപ്രീം കോടതിയും ഹൈക്കോടതിയും അല്ലാതെ കീഴ്ക്കോടതികളും നമുക്ക് വേറെ ഉണ്ട്. അത് കഴിഞ്ഞ് സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് റിലീജിയൻ ഇല്ല, നമുക്ക് വേണ്ട മതം നമുക്ക് തന്നെ സ്വീകരിക്കാം.
ഈ സെക്യുലർ എന്ന് പറഞ്ഞ പേര് പ്രിയാമ്പിൾ ആഡ് ചെയ്തത് എപ്പോഴായിരുന്നു? 42nd അമെൻമെന്റ് വഴിയാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ അടുത്ത ഒരു 5 സെറ്റ് എന്താ പറയുക സാലിയൻ ഫീച്ചേഴ്സ്. ഇനി നമുക്കുള്ളത് അടുത്തത് എന്ന് പറഞ്ഞാൽ സിംഗിൾ സിറ്റിസൺഷിപ്പ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പല രാജ്യത്തും ചില രാജ്യങ്ങളിൽ 2 സിറ്റിസൺഷിപ്പ് ഉണ്ട്. നമ്മൾ എവിടെ നാട് എവിടെ പോയി താമസിക്കുന്നു അങ്ങനെ നമുക്ക് 2 സിറ്റിസൺഷിപ്പ് കിട്ടാം. അത് എല്ലായിടത്തും ഇല്ല. പക്ഷെ ഇന്ത്യയിൽ ഒറ്റ സിറ്റിസണേ ഉള്ളൂ, ഒറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് വേറെ രാജ്യത്ത് പോകണമെങ്കിൽ പോകാം, കുഴപ്പമില്ല. പക്ഷെ അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാറും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ഫെഡറേഷൻ പീപ്പിൾ ഹാവ് ഡബിൾ സിറ്റിസൺഷിപ്പ്. പക്ഷെ ഇന്ത്യയിൽ എന്താണ്? എവറി സിറ്റിസൺ ഇൻ ദ ഈസ് ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് എൻജോയ് സെയിം റൈറ്റ്സ്. നമുക്ക് സെയിം റൈറ്റ്സും ആണുള്ളത്. ഇവിടെ ഉള്ളവർക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് സെയിം ഈക്വാലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് നമുക്ക് ഒറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് സെപ്പറേഷൻ ഓഫ് പവർ. സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 3 എണ്ണം ഉണ്ട് അല്ലെ? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി പവേഴ്സ് ഉണ്ട്. ഇതിലാണ് നമ്മുടെ പവേഴ്സിനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എന്താണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി പവേഴ്സ് ഉണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് കണ്ടിട്ടുള്ളവർ പലരും ഉണ്ടാവും, ചിലർ കണ്ടിട്ടില്ലാത്തവരും ഉണ്ടാവും അല്ലെ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. എങ്ങനെയാ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഓക്കെ, ആൻഡ് ടു സെക്യൂർ ഓൾ ഇറ്റ്സ് സിറ്റിസൺസ്. ഇങ്ങനെയാണ് നമ്മുടെ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കിക്കേ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇതാ സെക്യുലർ എന്ന പേര് ചേർത്തത് എപ്പോഴാ? 42nd അമെൻമെന്റ് വഴിയാന്ന് പറഞ്ഞില്ലേ? ആദ്യം ഇനിഷ്യലി ഈ പ്രിയാമ്പിളിൽ ഈ സെക്യുലർ എന്ന് പറഞ്ഞ പേരില്ലായിരുന്നു, അതിനുശേഷം ആഡ് ചെയ്തതാ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ. ഈ പ്രിയാമ്പിളിനെ പറ്റിയുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഇറ്റ്സ് എൻ ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് ഇൻ എ ഡോക്യുമെന്റ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ ഡോക്യുമെന്റ് ഫിലോസഫി ആൻഡ് ഒബ്ജക്റ്റീവ്. എന്തിനു വേണ്ടിയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇതില് ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്തൊക്കെ ഉണ്ടാവും? ഇന്റൻഷൻ ഓഫ് ദ ഫ്രെയിമേഴ്സ്, ഇത് ഉണ്ടാക്കിയവരുടെ ഒരു ഇന്റൻഷൻ, ഇത് പ്രിപ്പയർ ചെയ്തവരുടെ ഇന്റൻഷൻ. അതുപോലെ തന്നെ ഹിസ്റ്ററി, എങ്ങനെ ഇത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഹിസ്റ്ററി. അതുപോലെ കോർ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് നേഷൻ. ഇത്രയാണ് നമ്മുടെ പ്രിയാമ്പിളിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അതുപോലെ പ്രിയാമ്പിൾ നമുക്ക് ബേസിക്കലി എന്തൊക്കെ ഐഡിയാസ് തരും എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത് സോഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. എവിടെ നിന്നാണ് നമുക്ക് എടുക്കുന്നത്? നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡേറ്റ് ഓഫ് ഇറ്റ്സ് അഡോപ്ഷൻ. അപ്പൊ നമ്മൾ പ്രിയാമ്പിളിലെ നമ്മൾ എന്താ പറയുന്നത്? പ്രിയാമ്പിൾ എന്ന് പറഞ്ഞൊരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തിനു വേണ്ടി എന്നുള്ള അതിന്റെ ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിൽ എന്തൊക്കെയുണ്ട് പ്രസന്റ് ചെയ്യുന്നത്? ഇന്റൻഷൻ ഓഫ് ഇറ്റ്സ് ഫ്രെയിമേഴ്സ്, ഹിസ്റ്ററി ബിഹൈൻഡ് ഇറ്റ്സ് ക്രിയേഷൻ ആൻഡ് ദ കോർ വാല്യൂസ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് നേഷൻ. ഇത്രയാണ് നമുക്കുള്ളത്. അത് എന്തൊക്കെ ബേസിക് ഐഡിയാസ് തരും? സോഴ്സസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ആൻഡ് ഡേറ്റ് ഓഫ് ഇറ്റ്സ് അഡോപ്ഷൻ. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിയാമ്പിളിന്റെ, ഇത്രയും കാര്യങ്ങളല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാനുള്ളത്. അപ്പം പ്രിയാമ്പിൾ എന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ചോദിക്കുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പൊ പ്രിയാമ്പിൾ കണ്ടല്ലോ, അതിന്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെയാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത്, എങ്ങനെയാണ് ഈ പ്രിയാമ്പിളിൽ വന്നത്? നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ഇൻട്രൊഡക്ഷനിൽ, ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ജവഹർലാൽ നെഹ്റു ഒരു റെസൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു, ഡ്രാഫ്റ്റ് ചെയ്തു. അതിനെയാണ് നമ്മുടെ പ്രിയാമ്പിൾ ആയിട്ട് അഡോപ്റ്റ് ചെയ്തത്. എപ്പോഴ്? ജനുവരി 22, 1946 അത് അഡോപ്റ്റ് ചെയ്തത്. ഐഡിയൽ ബിഹൈൻഡ്, മനസ്സിലായോ? ഐഡിയൽ ബിഹൈൻഡ് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അതിനെയാണ് നമ്മുടെ പ്രിയാമ്പിൾ ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്തത്? ജനുവരി 22, 1947. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിയാമ്പിളിലെ ഒരു കാര്യം നമുക്ക് കോർട്ടിൽ പോയി മാറ്റാനൊന്നും പറ്റത്തില്ല. ദ പ്രിയാമ്പിൾ സ്റ്റേറ്റ്സ് ദ ഒബ്ജക്റ്റീവ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തിനാ കോൺസ്റ്റിറ്റ്യൂഷൻ? അതുപോലെ തന്നെ ഇറ്റ് ആക്ട് ആസ് ആൻ എയ്ഡ് ഡ്യൂറിംഗ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ആർട്ടിക്കിൾസ് വെൻ ലാംഗ്വേജ് ഇസ് ഫൗണ്ട് ആംബിഗ്യസ്. അതായത് നമുക്കത് കോർട്ടിൽ പോയി ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്, എന്തിനു വേണ്ടിയുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടാണ് അത് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രിയാമ്പിൾ അനുസരിച്ച് നമുക്ക് പറയാനുള്ള കാര്യം, ദ സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ,
നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഇറ്റ് ലൈസ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ സിറ്റിസണിലാണ് നമ്മൾ അത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കാണ് അതിനെപ്പറ്റിയുള്ള ഒരു സോഴ്സ് ഓഫ് അതോറിറ്റി ഉള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ സോഴ്സ് ഓഫ് അതോറിറ്റി ആരാ? നമ്മൾ തന്നെയാണ്. ഓക്കെ. അതുപോലെ പ്രിയാമ്പിൾ ഡിഫൈൻ ചെയ്യുന്ന ഡിക്ലെയർസ് ഇന്ത്യനെ എങ്ങനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, കീ പോയിന്റ്സ് തന്നെയാണ്. പ്രിയാമ്പിൾ ഡിക്ലെയർസ് ഇന്ത്യ ടു ബി എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇനി ഈ ഒബ്ജക്റ്റീവ് എന്തിനു വേണ്ടി? ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റേറ്റഡ് ബൈ ദ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റിസ്, ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി. എല്ലാ സിറ്റിസൺസിനും വേണ്ടി ജസ്റ്റിസും ലിബർട്ടിയും ഇക്വാലിറ്റിയും കിട്ടാൻ വേണ്ടി നമ്മൾ ഫ്രെയിം ചെയ്തിരിക്കുന്ന. പിന്നെ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് ആണ് November 26, 1949. നമ്മുടെ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന, നമ്മുടെ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? November 26, 1949. നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ? ഇതായിരുന്നു കണ്ടോ? November 26, 1949 എന്ന് പറഞ്ഞ് നമ്മൾ ഡേറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ? 26th day of November 1949. ഇതാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റും കൂടിയാണ് നമ്മുടെ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. കാര്യം മനസ്സിലായോ? ഇനി പോയിന്റ്സ് ഇൻ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെ? തുടക്കത്തിൽ ഞാൻ വായിച്ചല്ലോ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. എന്താണ് അത് തീരുമാനിക്കുന്നത്? നമ്മളിലാണ്. നമ്മളിപ്പോ പറഞ്ഞല്ലോ സുപ്രീം പവർ ദ സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമ്മളാണ്. അതുകൊണ്ടാണ് നമ്മൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞ് നമ്മുടെ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത എന്താ? സോവറിൻ. The term sovereign means that India has its own independent authority. നമ്മുടെ രാജ്യത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന നമ്മൾ തന്നെയാണ്, വേറെ ഒരു രാജ്യവും വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സോവറിൻ എന്നുള്ള നെയിം മെൻഷൻ ചെയ്യുന്നത്. കാര്യം മനസ്സിലായോ? സോവറിൻ എന്നുള്ള കാര്യം നമുക്ക് പറയാനുള്ള എന്താ? അപ്പം ഇതിന്റെ അകത്തുള്ള ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അപ്പൊ ഈ പേജിൽ നമ്മൾ പഠിച്ച എന്തൊക്കെയായിരുന്നു? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ജവഹർലാൽ നെഹ്റു പ്രസന്റ് ചെയ്ത ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നാണ് നമ്മുടെ പ്രിയാമ്പിൾ ഫോം ചെയ്തത്. അതിന്റെ അകത്ത് വന്നിരിക്കുന്നത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നായിരുന്നു? January 22, 1947. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും കോർട്ടിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. സോഴ്സ് ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീപ്പിൾ തന്നെയാണ്, പീപ്പിൾ ഓഫ് ഇന്ത്യ തന്നെയാണ്. അതിലുള്ള പേര് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. അതുപോലെ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ആകപ്പാടുള്ള ഡേറ്റ് ഏതൊക്കെയാണ്? November 26, 1949. പോയിന്റ്സ് ഇൻ പ്രിയാമ്പിൾ ഏതൊക്കെയാ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, സോവറിൻ. ഓക്കെ, അതുകൊണ്ട് തീർന്നിട്ടില്ല. അപ്പം അടുത്ത പേരെന്താണ്? സോഷ്യലിസ്റ്റ് അല്ലെ? സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞതായിരുന്നല്ലോ, സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ എന്തായിരുന്നു? The term means the achievement of socialist ends through democratic means. അതായത് ഇറ്റ് മിക്സ്ഡ് എക്കോണമി അല്ലെ? ഒരു ഹയർ എക്കണോമി അല്ല, ലോവർ എക്കോണമി അല്ല, മിക്സ്ഡ് ആയിട്ടുള്ള എക്കണോമി. പ്രൈവറ്റ് സെക്ടേഴ്സിനും പബ്ലിക് സെക്ടേഴ്സിനും രണ്ടു പേർക്കും വർക്ക് ചെയ്യാവുന്ന രീതിയിൽ മിക്സ്ഡ് എക്കോണമി എന്നുള്ള രീതിയിലുണ്ടാണ് സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞത് വന്നത്. അതുപോലെ സെക്യുലർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു റിലീജിയൻ അല്ലെ? ഈക്വൽ റെസ്പെക്ട്, എല്ലാ മതക്കാർക്കും എല്ലാം ഈക്വൽ ആയിട്ടുള്ള റെസ്പെക്ട് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ സെക്യുലർ എവിടെ വെച്ചായിരുന്നു അമെന്റ്മെന്റ് ആക്ട് ചെയ്തത്? 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 1976. പിന്നെ ഏതാ ഉള്ളത്? ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റും? നമുക്ക് അതോറിറ്റി അല്ലെ? നമ്മളിലാണ് പീപ്പിൾ, നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും അല്ലെ? നമുക്ക് ആരൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നമുക്കല്ലേ, നമ്മുടെ ഇന്ത്യൻ സിറ്റിസണിലാണ്, നമുക്കിലാണ് അതോറിറ്റി ഉള്ളത്. നമ്മളിൽ വോട്ട് ചെയ്തിട്ടാണ് ആൾക്കാരെ സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്കൊരു ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ റിപ്പബ്ലിക് അല്ലെ? ഇപ്പൊ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനെ തീരുമാനിക്കുന്ന ഇലക്ഷൻ വഴിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പബ്ലിക് എന്ന് പറഞ്ഞത്. കാര്യം മനസ്സിലായോ? ഇതാണ് നമ്മുടെ രണ്ട് പോർഷൻസ് ആണ്, സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ പ്രിയാമ്പിളും ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രിയാമ്പിളിനെ പറയാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യുന്ന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ അകത്തുള്ള മെയിൻ ഐഡിയാസ് ഏതൊക്കെയായിരുന്നു? സോഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, നേച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്, ഡേറ്റ് ഓഫ് ഇറ്റ്സ് അഡോപ്ഷൻ, അത് പറയുക. അതിനുശേഷം ജവഹർലാൽ നെഹ്റുവിന്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വഴിയാണ് എന്നുള്ള രീതി പറയുക. അതുപോലെ തന്നെ അതിൻ്റെ അതുള്ള ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റ്സ്: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രിയാമ്പിളിന്റെ കാര്യം മനസ്സിലാവും. ഈ രണ്ട് ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ കേൾക്കുക. ഇനി ഉടനെ തന്നെ അടുത്ത ക്ലാസ്സും ഇടുന്നതായിരിക്കും. Module 3, Module 1 അപ്പോൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, താങ്ക് യു.